ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറേ പേരായി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും അല്ലാതെയും ഒക്കെ ചോദിക്കണേ എന്താ വീഡിയോ ഇടാത്തത്, വീഡിയോ കാണാറില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് തിരക്കിലായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ തീരെ പറ്റാറില്ല. ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും വിചാരിക്കും അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ എടുക്കണം, അത് യൂട്യൂബിലിടണം, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ പറ്റാറില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ കഴിയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക. പക്ഷെ ആ ഒരു സമയത്ത് ആകെ തിക്കും തിരക്കാവും. അപ്പോൾ നമുക്ക് ഫോൺ പിടിച്ചിട്ട് ആ ഒരു അറിയാലോ, നമ്മളൊരു യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് അറിയാം, അത് നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ഒരു 4 ഇരട്ടി സമയം നമുക്ക് ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ വേണം. അല്ലാത്ത സമയത്ത് അത് പെട്ടെന്ന് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിചാരിച്ച പോലെ പറ്റാറില്ല, വീഡിയോ എടുക്കാനൊന്നും തീരെ പറ്റാറില്ല. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള ചില ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊക്കെ ഉണ്ട് ഫോണിൽ. അപ്പോൾ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ അലോവേര സോപ്പാണ്. ഇത് നമ്മളൊരു എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സോപ്പുകൾ, ഒരു 1500 സോപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ, നമ്മളെ അലോവേര സോപ്പാണിത്. അപ്പോൾ സോപ്പ് മേക്കിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്കെ ഒന്ന് സ്ലോ ആക്കിയേക്കാണ്. കാരണം നമുക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് കൂടുതൽ നമ്മൾ ക്ലാസ് എടുക്കാൻ അവരുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സ്റ്റോപ്പാക്കിയൊക്കെയായിരുന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇത് നമ്മുടെ ഓറഞ്ചിൻ്റെ സോപ്പാണ് കേട്ടോ. ഭയങ്കര അടിപൊളി സോപ്പാണ് കേട്ടോ. നല്ല റിസൾട്ടുമാണ് ഈ ഒരു സോപ്പിന്. ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസും അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഫ്രാഗ്രൻസും അതേപോലെ ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സോപ്പാണ്. ഓറഞ്ച് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനും സ്കിൻ ബ്രൈറ്റ് ആവാനും കുറേ എന്താ പറയുക പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആവാനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് ബീട്രൂട്ടിൻ്റെ സോപ്പ്, നല്ല റിസൾട്ട് ഉള്ളതാണ്. പിന്നെ പപ്പായ പിന്നെ പറയാനില്ല, നമുക്ക് പപ്പായ അതിൻ്റെ പൾപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് പാക്കായിട്ടും ഫേസ് മാസ്ക് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. വളരെയധികം റിസൾട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോപ്പുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ഞാൻ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. പിന്നെ ഇത് ഷിയാ ബട്ടറിൻ്റെ സോപ്പാണ്. ഷിയാ ബട്ടർ നമ്മൾ തന്നെ ഷിയാ ബട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഷിയാ ബട്ടറിൻ്റെ ബേസ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല അത് കേട്ടോ, നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ ഇനി അടുത്ത് കാണിക്കുന്നത് നമ്മൾ കുറച്ച് ബൾക്കായിട്ട് ഹെയർ ഓയിലിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ. നമ്മൾ ഹെയർ ഓയിൽ തന്നെ മുടി കൊഴിച്ചിൽ, താരൻ, മുടി പൊട്ടിപ്പോവൽ, അകാല നര, അതേപോലെ തന്നെ ഉറക്കക്കുറവ് പോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു റിസൾട്ട് ഉള്ളതാണ്. ഇതും നമ്മൾ എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബൾക്കായിട്ട് ചെയ്തതാണ്. ഈ ഫെബ്രുവരിയിൽ നമുക്കൊരു ഓഫർ ഉണ്ട്. 200 ഗ്രാമിൻ്റെ ഹെയർ ഓയിൽ വാങ്ങിക്കുമ്പോൾ 100 ഗ്രാമിൻ്റെ ഒണിയോൺ ഫ്ലാക്സ് സീഡ് ഷാമ്പൂ നമുക്ക് തികച്ചും സൗജന്യമായിട്ടാണ് കേട്ടോ 200 ഗ്രാമിൻ്റെ ഇത് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, മുടി കൊഴിച്ചിൽ, താരൻ പൊട്ടിപ്പോകൽ, അതുപോലെ നീരിറക്കം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഇത് നമ്മളെ ടെർമറിക്കിൻ്റെ സോപ്പാണ് കേട്ടോ. ടെർമറിക്കിൻ്റെ സോപ്പും അതേപോലെ തന്നെ അറിയാലോ, ഒരുപാട് ഗുണങ്ങളുള്ള സോപ്പാണെന്ന് എല്ലാവർക്കും അറിയില്ല. അതുപോലെ കുറേ പേര് ചോദിക്കാറുണ്ട്, നമ്മളിപ്പോൾ ഒരു ബേസ് വാങ്ങിക്കും, ഒരു 9 ക്യാവിറ്റിയുടെ അല്ലെങ്കിൽ ഒരു 6 ക്യാവിറ്റിയുടെ ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കും 1 കിലോ സോപ്പ് അല്ലെങ്കിൽ 5 കിലോ സോപ്പ് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ 5 കിലോനും 10 കിലോനും ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നിരത്തി സോപ്പ് മോൾഡുകൾ ഇട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഒരുപാട് സോപ്പുകൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ലിപ് ബാം മേക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ലിപ് ബാമൊക്കെ ഒഴിക്കുന്നതിൻ്റെ മുൻപായിട്ട് അതിൻ്റെ ഫോർമുലേഷനൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം ഒഴിക്കുന്നതിൻ്റെ മുൻപ് എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതേപോലെ ലിപ് ബാം ആണെങ്കിലും ഹെയർ ഓയിൽ, ഷാമ്പൂ, സോപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് കെമിക്കലില്ലാതെ ഉള്ളത് ആവശ്യമുണ്ട് വെച്ചെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇത് ബീട്രൂട്ടും പപ്പായയുടെയും സോപ്പാണ് കേട്ടോ. ഇത് നമ്മളുടെ ഗ്ലിസറിൻ ബേസ് വെച്ചിട്ട് തന്നെ ഞാനൊരു ഹണി സോപ്പ് ചെയ്തതാണ്. ഇതിപ്പോൾ കാണുമ്പോൾ തോന്നുന്നു നമുക്ക് മാർക്കറ്റിലൊക്കെ ഒരു 25, 30, 50 രൂപക്ക് 3 സോപ്പ് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് സോപ്പുകളുണ്ട്. ഇതിൻ്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ അതേപോലെയാണ്. ആ സോപ്പല്ല ഇത്. നമ്മളെ പിന്നെ ഗ്ലിസറിൻ സോപ്പ് ബേസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതായത്
പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ആ മാർക്കറ്റിൽ 50 രൂപക്ക് 3, അതായത് പിയേഴ്സിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സോപ്പ് പോലെ ഇങ്ങനെ കവറൊന്നും ഇല്ലാതെ വരുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതാണെന്ന് തോന്നും, പക്ഷേ ഇത് അതല്ല. നമുക്ക് അത് രണ്ടും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താൽ, അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് ചൂടാക്കിയാൽ അത് വെള്ളമായി വരും. മെഴുക് ഉരുകണ പോലെ, നമ്മൾ സോപ്പ് ബേസ് ഉരുകണ പോലെ ഉരുകി വരും. മറ്റത് അങ്ങനെയല്ല, അത് ഉരുകില്ല. അതിങ്ങനെ ഉരുകാതെ ഒരു തരം സംഭവമായിട്ട് അതിലിങ്ങനെ കുഴഞ്ഞ് കിടക്കുകയുള്ളൂ. കട്ടകൾ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അത് രണ്ടും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു വ്യത്യാസം അതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഹൈ ക്വാളിറ്റി സോപ്പാണ്. അത് നമുക്ക് 50 രൂപക്ക് 3 കിട്ടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാമല്ലോ. എന്ന് വെച്ചിട്ട് അത് ഒരുപാട് ആൾക്കാർ അത് ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സോപ്പ് വില കുറവിന് കിട്ടുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ആ സോപ്പും ഈ സോപ്പും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും അതെങ്ങനെയാണ്, വ്യത്യാസം എന്താണ്, ഇത് രണ്ട് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തതാണോ എന്നുള്ളത് അറിയണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അറിയാൻ പറ്റും. ഈ സോപ്പ് ബേസ് കഴിച്ചാൽ ബാക്കി മെയിനായിട്ട് വരുന്നത് ഹണിയാണ് കേട്ടോ. വളരെ നല്ലൊരു സോപ്പാണ്. നമുക്ക് ഹണി നമ്മളെ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു ഹോം മെയ്ഡ് സോപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഗ്ലിസറിൻ സോപ്പ് ബേസ്, ഷിയ ബട്ടർ, ഗോട്ട് മിൽക്ക്, അതേപോലെ തന്നെ ഇപ്പോൾ ഡോങ്കി മിൽക്ക്, കാമൽ മിൽക്കൊക്കെ വെച്ചിട്ട് നമ്മൾ സോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോങ്കി മിൽക്കിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോങ്കി മിൽക്കിനൊക്കെ 3000 രൂപയൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. പക്ഷേ അത് അങ്ങനെ ഒന്നും ആവണമെന്നില്ല. നമുക്ക് അതൊക്കെ മാർക്കറ്റിൽ ഡോങ്കി മിൽക്കിൻ്റെ സോപ്പ് ബേസൊക്കെ വാങ്ങിക്കാൻ കിട്ടും, കാമൽ മിൽക്കിൻ്റെ സോപ്പ് ബേസ് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഈ മറ്റുള്ള എല്ലാ ബേസുകളും വാങ്ങിക്കുന്ന പോലെ തന്നെ ഈ ഡോങ്കി മിൽക്കിൻ്റെ അതേപോലെ കാമൽ മിൽക്കിൻ്റെ സോപ്പ് ബേസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് അതിൻ്റെ പാല് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കണത് ആണോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആവാൻ വഴിയില്ല, കാരണം അത്രയും റേറ്റ് കൂടി ഒരു പാല് നമുക്ക് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും തന്നെ അതിൻ്റെ ഒക്കെ അവസ്ഥ എന്താവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ബേസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഡോങ്കി മിൽക്കും കാമൽ മിൽക്കൊക്കെ അതിലുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ ബേസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ല തിരക്കിലായിരുന്നു. കുറേ സോപ്പായിട്ടും ഷാമ്പൂ ആയിട്ടും ഹെയർ ഓയിലായിട്ടും ലിപ് ബാമായിട്ടൊക്കെ ഇതിൻ്റെ ഒരു മേക്കിങ്ങും പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നേരം വെളുക്കോളം ഒരു ദിവസം നമുക്ക് പാക്കിങ് ഉണ്ടായിരുന്നു. അങ്ങനെ നേരം വെളുത്തു. അപ്പോൾ അത്രയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഇത് നമ്മളെ ഹെയർ ഓയിൽ, ഷാമ്പൂ, ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ്. ഇതിൻ്റെ ഫുൾ മേക്കിങ്ങിനാണ്. ഇതിൻ്റെ ഒരു പാക്കിങ്ങും എല്ലാം കൂടിയിട്ടാണ് ഒരു ദിവസം നേരം വെളുക്കോളം ഉറങ്ങാതിരുന്നിട്ടുള്ള ഒരു പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ, ഷാമ്പൂ ഇങ്ങനെയുള്ള ഐറ്റംസ് ആവശ്യമുള്ളവരും മെസ്സേജ് അയക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഓണിയോൺ ഫ്ലാക്സ് സീഡ് ഷാമ്പൂ. ഇതാണ് കേട്ടോ ഫ്ലാക്സ് സീഡ്. നമ്മളെ മുടിക്ക് ഒരുപാട് നല്ലതാണല്ലോ. ഇതാണ് ഷാമ്പൂ. മുടി കൊഴിച്ചിൽ, ധാരൻ ഒരുപാട്, അതായത് നമ്മൾ ഓണിയോണും അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡും കൂടിയിട്ട് അതിൻ്റെ ഒരു സിറം തന്നെ വളരെ നല്ലതാണ് മുടിക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.